തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM അടിപ്പതറി വീണതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആത്മവിശ്വാസത്തോടെ നേരിടാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. UDFും വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ. പ്രചാരണം തുടങ്ങാൻ പോകുന്നത് വലിയൊരു മാസ്റ്റർ പ്ലാനോട് കൂടി തന്നെയാണ്. ചെറുപ്പക്കാർക്ക് വലിയ അവസരം കൊടുക്കും എന്നുള്ള പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ നടത്തിയിട്ടുമുണ്ട്. ഇതിനിടെ പ്രതിപക്ഷ നേതാവിനെ നേരെ ഒരു ചോദ്യം സ്വന്തം പാർട്ടിയിലെ യുവനിര ഉയർത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? ഇതിന് പ്രതിപക്ഷ നേതാവിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. ഏത് രാഹുൽ മാങ്കൂട്ടത്തിൽ? എന്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ? അതായത് ഒരവസരവും രാഹുൽ ഇനി കൊടുക്കില്ല എന്നുള്ള കട്ടായ പ്രഖ്യാപനമാണ് സതീശൻ നടത്തിയിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി നിലകൊണ്ടത് VD സതീശനായിരുന്നു. VD സതീശനെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പൂരത്തെറിവിളിയും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അത് ജീവൻ മരണ പോരാട്ടമാണ്. അധികാരം പിടിച്ചെടുക്കുന്നതിനുള്ള അവസാന വഴിയാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി കസേര നോട്ടമിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങൾ തന്നെ അധികാരത്തിൽ എത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് 4 വഴിക്കൂടെയും കളി തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരും ഇതിനിടയിൽ പല നാടകങ്ങളും കളിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കില്ല എന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ലേബലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കില്ല എന്നും VD സതീശൻ പ്രഖ്യാപിക്കുന്നത്. അതായത് 1 ഇഞ്ച് പിന്നോട്ട് പോലും രാഹുൽ വിഷയത്തിൽ താൻ പോകില്ല എന്നാണ് VD സതീശന്റെ പ്രഖ്യാപനം. VD സതീശൻ എന്തുകൊണ്ടാണ് ഇത്ര കട്ടായമായ ധാർഷ്ട്യത്തിൽ നിൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കൂടെയുള്ളവർ ഉയർത്തുന്നത്. രാഹുൽ മാങ്കൂട്ടം, ഷാഫി ഗ്രൂപ്പ് എല്ലാവരും KC വേണുഗോപാൽ പക്ഷത്തേക്ക് ചേക്കേറിയിട്ടുണ്ട്. അതായത് ഇവരെല്ലാവരും VD സതീശനിട്ട് ഒരു കൊട്ടു കൊടുക്കാൻ കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് പുറത്തുപോയ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയും ആത്മവിശ്വാസമാണ് നയിക്കുന്നത്. VD സതീശന് ഇനി തിരിച്ചെടുക്കുന്ന ഒരു തീരുമാനവും തന്റെ പക്കൽ നിന്നുണ്ടാകില്ല എന്ന് VD സതീശൻ പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആവശ്യമാണ് യൂത്ത് കോൺഗ്രസിലെയും അതുപോലെ തന്നെ KSU ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും ആവശ്യം. എന്നാൽ വലിയൊരു വിഭാഗം വനിതാ നേതാക്കൾ, മറ്റ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനെ ഇനി അടുപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. എന്നാൽ യുവനിര രാഹുലിന് വേണ്ടി വാദിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന് CPMനെ തിരിച്ചടി കിട്ടിയതിൽ ഒരു പ്രധാന ചുവടുവയ്പ് നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു എന്നാണ് യുവ ഗ്രൂപ്പുകളെല്ലാം തന്നെ നേതൃത്വത്തോട് പറയുന്നത്. അതായത് വലിയ ലൈംഗിക ആരോപണ കേസിൽപ്പെടുത്തി രാഹുലിനെ ഇല്ലാതാക്കാൻ പല കളി നടന്നപ്പോഴും ഈ സർക്കാരിനെതിരെയും CPMനെതിരെയും അതിശക്തമായി പോരാടിയതിൽ പ്രധാനി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇതുവരെ ഒരിടത്ത് പോലും പാർട്ടിയെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ നേതാക്കളെ തള്ളിപ്പറയാനോ വിമർശിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. അത് ഈ പ്രസ്ഥാനത്തോടുള്ള അയാളുടെ കൂറും വിശ്വാസവുമാണ്. വ്യക്തിപരമായി അയാൾക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് അയാൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിൽ പോലും അയാൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നില്ല. ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് രാഹുൽ പറയുന്നത്. അല്ലാതെ ആ സ്ത്രീയെ അറിയില്ല എന്ന് രാഹുൽ എവിടെയും പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് അയാളുടെ തുറന്നു പറച്ചിൽ. പിന്നെയും എന്തിനാണ് അയാളെ വേട്ടയാടുന്നത്? സ്വന്തം പാർട്ടി തന്നെ അയാളെ വേട്ടയാടാൻ ഇട്ടുകൊടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് യുവ ഗ്രൂപ്പുകൾ ഉയർത്തുന്നത്. അതുമാത്രമല്ല, രാഹുൽ പറയുന്നു മറ്റു പാർട്ടിക്കാർക്ക് പോലും രാഹുലിനോട് ഇത്രത്തോളം വെറുപ്പും വിദ്വേഷവും ഇല്ല. എന്നാൽ സ്വന്തം പാർട്ടിയിലെ ചിലർക്കാണ് രാഹുലിനെ ദഹിക്കാതിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നും അധികാരം പിടിക്കുന്നതിന് രാഹുലിനെ ബലിയാടാക്കുന്ന നീക്കമാണിതെന്നും പല കോണുകളിൽ നിന്നും VD സതീശന് നേരെ ഇപ്പോഴും ആരോപണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നു. രാഹുൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് കൊടുത്താൽ അയാൾ എല്ലാ രീതിയിലും വിജയിച്ചു കയറും. കാരണം ജനപിന്തുണ അയാൾക്കുണ്ട്. അല്ലെങ്കിൽ ഇത്ര വലിയ ആരോപണങ്ങളിൽ നടുക്കടലിൽ നിൽക്കുമ്പോഴും രാഹുലിനെ പിന്തുണച്ച് സംസാരിച്ചത് ഇവിടത്തെ ജനങ്ങളാണ്. അയാളെ വേട്ടയാടുകയാണ് ഭരണകൂടം. വേട്ടയാടുന്നു. അതുപോലെ തന്നെ സ്വന്തം പ്രസ്ഥാനവും അയാളെ വേട്ടയാടാൻ ഇട്ടുകൊടുക്കുന്നു എന്ന ഇവിടത്തെ ജനങ്ങളാണ് പ്രതികരിച്ചത്. രാഹുലിന് വലിയ പിന്തുണയുണ്ട്. അത് ഊട്ടി ഉറപ്പിക്കാനാണ് പ്രസ്ഥാനം ശ്രമിക്കുന്നതെന്നും അല്ലാതെ അയാളെ തെരുവിലിട്ട് ചവിട്ടിക്കൂട്ടാൻ ഇട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടതെന്നും ഷാഫി ഉൾപ്പെടെയുള്ളവരുടെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഇപ്പോൾ വലിയ ആവശ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്.
ഇതെല്ലാം വി ഡി സതീശന് നേരെയുള്ള ചോദ്യശരങ്ങളായി ഉയരുകയാണ്. വി ഡി സതീശന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ദഹിക്കാത്തതും മറ്റുള്ളവർക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ള പല ആരോപണങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവനിരയ്ക്ക് വലിയൊരു അവസരം ഒരുക്കി കൊടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അവിടെ മുൻപന്തിയിൽ നിർത്തേണ്ടയാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിലെ പലരും ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രാഹുലിനെ തിരിച്ചെടുക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ വി ഡി സതീശന്റെയും ഉൾപ്പെടെ ഗ്രൂപ്പുകൾ പറയുന്നത്. കാരണം രാഹുൽ ഇപ്പോഴും കുറ്റക്കാരൻ തന്നെയാണ്. അയാളുടെ കേസ് കോടതിയിൽ കിടക്കുന്നതേ ഉള്ളൂ. അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് വരെ രാഹുലിനെ മാറ്റി നിർത്തേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണെന്നും അത് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ രാഹുൽ വിഷയം ഒരു ചോദ്യചിഹ്നമായി പാർട്ടിക്ക് നേരെ വരരുത് എന്നുമാണ് സതീശൻ ഗ്രൂപ്പ് പറയുന്നത്. എന്നാൽ രാഹുലിന് വേണ്ടി ബാധിക്കുന്നവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളതാണ്. രണ്ടുപേർ തമ്മിൽ ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധം ഉണ്ടാകുന്നതിൽ എന്താണ് തെറ്റ്? അതിൽ ആകെയുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് അയാൾ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളതാണ്. എന്നാൽ അത് ഇതുവരെയും തെളിയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അയാളെ കുറ്റക്കാരനാക്കി ചാപ്പ കുത്തുന്നത് എന്നുള്ള ചോദ്യം ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും തന്നെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. രാഹുലിനെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർത്തിയാൽ പുഷ്പം പോലെ അയാൾ ജയിച്ചു കയറുമെന്നാണ് ഇവരുടെയൊക്കെ വാദം. എന്നാൽ വി ഡി സതീശൻ അതിന് തയ്യാറല്ല. വി ഡി സതീശൻ ആയിരുന്നല്ലോ തുടക്കം മുതൽ തന്നെ രാഹുലിനെതിരെ നിന്നിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ കൂടിയുണ്ട്. അതായത് ഒരു പൊതുവേദിയിൽ വെച്ച് വി ഡി സതീശൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. രാഹുലിനെ തിരിച്ചെടുക്കുന്ന തീരുമാനം ഇല്ല. രാഹുലിനെതിരെ തന്റെ ബോധ്യത്തിൽ നിന്ന് എടുത്ത തീരുമാനമാണ്. അറബിക്കടൽ ഇളകി വന്നാലും അതിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് വി ഡി സതീശൻ അന്ന് പറഞ്ഞത്. അതായത് നോ എൻട്രി ബോർഡ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വി ഡി സതീശൻ വച്ചിരിക്കുന്നത്. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസും യു ഡി എഫും ഒക്കെ തകൃതിയായി കടക്കുകയാണ്. ഇതിനിടയിലാണ് രാഹുൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ അവസരങ്ങൾ മുന്നിൽ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ തന്നെ അതെല്ലാം അയാൾ തന്നെ കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതായത് വരാനിരിക്കുന്ന ഇപ്പോൾ ഈ പ്രതിസന്ധികളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് രാഹുലിന് ഉറപ്പായിരുന്നു. ഒരുപക്ഷെ ഒരു മന്ത്രി കസേരയിലേക്ക് വരെ ഈ പ്രായത്തിൽ രാഹുൽ എത്തുമായിരുന്നു. അത്രത്തോളം വലിയൊരു അവസരമാണ് അയാൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. അതാണ് അയാൾ ഇല്ലാതാക്കിയിരിക്കുന്നത്.